നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോൺഗ്രസും NSSും തമ്മിൽ പിണക്കത്തിലാണോ, അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസേൺ അല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു സമത്വസുന്ദരമായിട്ടുള്ള കേരളം നിർമ്മിക്കുക, ഒരു നവകേരളം നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പല ഘട്ടത്തിൽ ഞങ്ങളെ എതിർത്തവരുണ്ട്, ഞങ്ങളെ അപലപിച്ചവരുണ്ട്, ഞങ്ങളുടെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചവരുണ്ട്. അപ്പൊ അത്തരത്തിൽ ഞങ്ങൾക്ക് എതിരായിട്ടുള്ള ശബ്ദത്തെ ഞങ്ങൾ ഒരിക്കലും അവഗണിച്ച് തള്ളിയിട്ടില്ല. അവരുടെ ശബ്ദത്തെയും കേൾക്കുവാനും അവർ ചൂണ്ടിക്കാണിക്കുന്നതിലെ നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും അവ തുടർ പ്രവർത്തനത്തിന്റെ ഭാഗമായി മുന്നോട്ട് കൊണ്ടുപോകുവാനുമാണ് ശ്രമിച്ചത്. അത്തരത്തിലുള്ള ഒരു ശ്രമത്തിന്റെ വിജയമായിട്ട് വേണം ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായ സംഭവവികാസങ്ങളെ കാണാൻ. ഞങ്ങളെ എതിർത്തിരുന്നവരും ഞങ്ങളെ വിമർശിച്ചിരുന്നവരുമെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ശരി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ് പ്രതീക്ഷ, കോൺഗ്രസ് കൃത്യമായി റോങ് ആണ്, അതുപോലെ തന്നെ BJPയും വിശ്വസിക്കാൻ കൊള്ളില്ല, പല ഘട്ടത്തിലും കോൺഗ്രസും BJPയും ഞങ്ങൾക്ക് തന്ന ഒരു തരത്തിലുള്ള വാക്കും പാലിച്ചിട്ടില്ല, അതുകൊണ്ട് CPM ആണ് ശരി, പിണറായി വിജയൻ സർക്കാരിലാണ് പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് സാഹചര്യങ്ങളെല്ലാം എത്തിച്ചേർന്നത് ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം ഒരു തരത്തിലും വർഗീയ കലാപങ്ങൾ ഇല്ലാത്ത തരത്തിൽ, ഒരു തരത്തിലുള്ള മതപരമായ സാമുദായികപരമായ സംഘർഷങ്ങൾ ഇല്ലാത്ത തരത്തിൽ ഈ കേരളത്തെ മാറ്റാൻ കഴിഞ്ഞത് തന്നെ വൻ വിജയമാണ്. അതുപോലെ തന്നെ ശബരിമലയടക്കം ഉള്ള തീർത്ഥാടന കേന്ദ്രങ്ങളെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ ശ്രമങ്ങളുണ്ട്. ആ ശ്രമങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും അംഗീകരിക്കുന്നതായി തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുപോലെ മണിപ്പൂരിൽ അടക്കം ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് കന്യാസ്ത്രീകൾക്കെതിരെ, ക്രിസ്തുമസ് ആഘോഷത്തിനെതിരെ നടക്കുന്ന ആക്രമണങ്ങളെല്ലാം കൃത്യമായി പ്രതിരോധിക്കാനും ഇത്തരത്തിലുള്ള സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലും ഈ കേരളത്തിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രതിരോധ നിര കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം പലതരത്തിലും ഇവിടെ ഇസ്ലാം മത വിഭാഗത്തിൽപ്പെട്ടവരെയും ആക്രമിക്കുന്ന പല സാഹചര്യങ്ങൾ രാജ്യത്തുണ്ടായപ്പോഴും കേരളത്തിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗം ആളുകൾക്കും സ്വൈര്യമായി താമസിക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെല്ലാം ലോക നിലവാരത്തിന് അപ്പുറത്തേക്ക് എത്തി, വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്ക് എത്തി നമ്മൾ കുതിച്ചു മുന്നേറുമ്പോൾ കൂടുതൽ ആളുകൾ ഞങ്ങളെ അക്സെപ്റ്റബിൾ ആക്കി, അല്ലെങ്കിൽ ഞങ്ങളെ സ്വീകരിച്ച് നിങ്ങൾ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞ് ഇടതുപക്ഷത്തോടൊപ്പം യോജിക്കുന്ന സാഹചര്യം വന്നിരിക്കുന്നതും ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. ഈ വരുന്ന സാഹചര്യങ്ങളെല്ലാം ഞങ്ങൾ വളരെ വിശദമായി തന്നെ വിശദീകരണം നടത്തി, അല്ലെങ്കിൽ വിശകലനം നടത്തിയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കൂടുതൽ നന്നായി ഗവൺമെന്റ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.